കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. ഭയങ്കര നാണുള്ള ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും അമ്മയുടെ സാരി തുമ്പിൽ മറിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. സീരിയസ് ആയിട്ട്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ അവിടെ നിന്ന് പറഞ്ഞാ മതി. എന്റെ ബോഡി സെറ്റ് ആയപ്പോൾ എന്റെ നാണം മാറി. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ബോഡി സെറ്റ് ആക്കിയപ്പോ എനിക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാലോ, ഇനി കുറച്ച് കാണിക്കാം. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വന്നു. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ അല്ലേ സക്കറിയ? അതെ അതെ. ഇപ്പൊ ബിക്കിനി ഇടുന്നു. ഞാനൊരു ട്രിപ്പ് പോയാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ബിക്കിനി ഇടും. എനിക്കെന്തോ പോലെ. എനിക്കിപ്പോ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ബിക്കിനി ഇടും. അവിടെ ഇവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. ഇനിയിപ്പോ എത്രയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചാലും ചെയ്യേണ്ടവൻ ചെയ്യും, ഇല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ആരും നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കാറില്ല. ഇല്ല. നമ്മൾ അതിനൊരു ചാൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഇത് ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ. വരുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളൊരു നോ പറഞ്ഞാല് തീർന്നു. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇവളതിൽ എക്സ്പേർട്ടാ. എക്സ്പേർട്ട്. അപ്പൊ നമ്മൾ മാത്രമല്ല, ഇതിന് റെഡി ആയിട്ടുള്ള ആൾക്കാർ വേറെയുണ്ട്. ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ജാനകിക്ക് ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ, പേരുകളൊന്നും ഓർമ്മയിലില്ല. ഒരുപാട് വന്നിട്ടുണ്ട്. അതില് ഞാൻ എന്റെ മറുപടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നടന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം.